പുതിയ ഒരാഴ്ച കൂടി ദാനം തന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും വേണ്ടി എല്ലാ ദിവസവും സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നല്ല ഒരാഴ്ച തന്നു, നല്ലൊരു ദിവസം തന്നു, നല്ല മണിക്കൂറുകൾ തന്നു. എല്ലാ നിലയിലും ദൈവത്തിന് മഹത്വമേറിയ സമയങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരികയാണ്. ദൈവം ആരംഭവും അവസാനവുമാണ്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് നമ്മിൽ നല്ല പൂർത്തീകരണവും തരും. അവൻ ആരംഭിക്കുന്നവനും പൂർത്തീകരിക്കുന്നവനുമാണ്. ക്രിയേറ്റർ ആൻഡ് കംപ്ലീറ്റർ. പൂർത്തിയാക്കാൻ നമ്മിലൂടെ എന്തൊക്കെയോ ദൈവത്തിന് ഈ ഭൂമിയിൽ നിവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ വന്നു അവിടെയൊന്നും തീർന്നു പോയില്ല. അപകടങ്ങളിൽ തീർന്നില്ല, രോഗങ്ങളിൽ തീർന്നില്ല, മരിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലും മരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നാം ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമാണ്. അതുകൊണ്ട് നമ്മിലൂടെ ദൈവത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അതാണ് യോനായുടെ ചരിത്രം. യോനയോട് ദൈവം നിനവയിൽ ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അവൻ തർശീശിലേക്ക് കപ്പൽ കയറിപ്പോയി. ദൈവം അവനെ ഒരു കടലിലെ മത്സ്യത്തിൻ്റെ വയറ്റിലാക്കി വീണ്ടും നിനവെ കരയിൽ കൊണ്ടുവന്ന് മത്സ്യം അവനെ കരയിലേക്ക് ഛർദ്ദിച്ചു. വാസ്തവത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അവൻ ദഹിച്ചില്ല. ഒരു ആന ഈ തിമിംഗലത്തിൻ്റെ, ഈ കടൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയാൽ 1 മണിക്കൂർ കൊണ്ട് ആനയുടെ അസ്ഥി പോലും ദ്രവിച്ചു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ യോന 3 ദിവസം ഈ കടലാനയുടെ വയറ്റിൽ കിടന്നിട്ടും അവനൊരു കേടുമുണ്ടായില്ല. അവൻ ദഹിച്ചു പോയില്ല. അവൻ മരിച്ചിട്ടില്ല. 2, അവൻ ദഹിച്ചു പോയില്ല. അത്ര വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചത്. യോന കിടക്കുന്നത് ഈ കടലാനയുടെ ആമാശയത്തിലാണ്. ആ ദഹനരസം അവനെ വന്ന് മൂടി. അവൻ്റെ ശരീരം മുഴുവനും ദഹനരസം കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും അതിനകത്ത് കിടന്നവൻ പ്രാർത്ഥിച്ചെന്ന്. എത്ര വലിയൊരു അത്ഭുതമാണ്! കടലിൽ തീർന്നില്ല, കപ്പലിൽ തീർന്നില്ല, കടലാനയുടെ വയറ്റിലും തീർന്നില്ല. കാരണം ദൈവത്തിൻ്റെ വലിയ പ്ലാനുള്ളവനാണ് യോന. യോനയെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന പ്ലാനുകൾ യോനയിലൂടെ തന്നെ തീർക്കണം. അതായത് നമ്മൾ ഒരു യൂണീക്ക് പേഴ്സണാണ്. നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്യാതെ പോയാൽ അതെന്നേക്കുമായി ചെയ്യപ്പെടാതെ പോകും. നാം വളരെ വിലയേറിയവരാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം കണ്ടവൻ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ പേര് ചൊല്ലി വിളിച്ച് ഏതോ പദ്ധതിക്ക് വേണ്ടി നിയമിച്ചാക്കിയ വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഒരിക്കലും മരിക്കാനോ നശിക്കാനോ തോൽക്കുവാനോ കഴിയില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് തന്നെയാണ് മൊർദെഖായിയുടെ ചരിത്രത്തിൽ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായിയെ കൊല്ലുവാൻ ഹാമാൻ എന്ന പ്രധാനമന്ത്രി പദ്ധതികളിട്ട് അവനെ കൊല്ലാൻ കഴുകുമരം ഉണ്ടാക്കിയ ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ടും മൊർദെഖായിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മൊർദെഖായിയെ ആദരിക്കേണ്ടി വന്നു. ഈ ചരിത്രം നിങ്ങൾ എസ്തേറിൻ്റെ പുസ്തകം എന്ന പുസ്തകം വായിക്കാത്തവർ അത് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഹാമാൻ തലയിൽ തുണിയിട്ട് നാണം കെട്ട് കൊല്ലാൻ ഉദ്ദേശിച്ചവനെ മാനിക്കേണ്ടി വന്ന ഗതികേടിൽ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സേരസും കൂടെയുള്ളവരും പറയുന്നുണ്ട്, നീ അവൻ്റെ മുമ്പിൽ തോൽക്കാൻ തുടങ്ങി. നീ അവനെ ജയിക്കില്ല. കാരണം അവൻ യഹൂദനാണ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവൻ ദൈവത്തിൻ്റെ വിളിയുള്ളവനാണ്.
അവൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടതാണ്. യഹൂദൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മക്കളല്ലേ? അതെ, അബ്രഹാമിൻ്റെ ഉടമ്പടിയിലുള്ള, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത അബ്രഹാമിൻ്റെ പദ്ധതിയിലുള്ളവരാണ് യഹൂദൻ. യഹൂദനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. അതൊരു ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ്. അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ല. വലിയ കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇസ്രായേലിന് വലിയ സപ്പോർട്ടാണ്. നമ്മൾ പലരും ഇസ്രായേലിന് പല കാര്യത്തിൽ സപ്പോർട്ടല്ല. അവർ യേശുവിൽ വിശ്വസിക്കുന്നവരോ യേശുവിനെ അനുഗമിക്കുന്നവരോ അല്ല. അവർ സുവിശേഷത്തോട് താല്പര്യമുള്ളവരൊന്നുമല്ല. അവർ യഹൂദന്മാരാണ്, അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ബൈബിളിൽ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇസ്രായേലിനോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കുന്നു എന്ന കാരണത്താൽ ഇന്ത്യക്ക് അതൊരു അനുഗ്രഹമാണ്. വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കേ അത് പറയാൻ പറ്റൂ, എല്ലാവരും അത് പറയത്തില്ല. അതുകൊണ്ട് ഇസ്രായേൽ എന്നുള്ളത് ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. മുന്നോട്ട് പോകട്ടെ. അതിനേക്കാൾ വലിയ വിളിയും തെരഞ്ഞെടുപ്പുമാണ് ഇസ്രായേൽക്കാരനായിട്ട് ഭൂമിയിൽ വന്ന് ദാവീദിൻ്റെ മകനായി പിറന്ന് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി ചെയ്ത യേശു ക്രിസ്തുവിലൂടെ മക്കളായി മാറിയ ഓരോ വ്യക്തികളും യഹൂദനേക്കാൾ വലിയ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള വ്യക്തികളാണ്. ഇത് പറയാൻ വേണ്ടിയാണ് യഹൂദനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ യഹൂദന്മാരെക്കാൾ വിശേഷതയുള്ളവരാണ്. അകമേ യഹൂദനായവരാണ് സാക്ഷാൽ യഹൂദർ, പുറമേ യഹൂദനായവരല്ല. പുറമേ പരിച്ഛേദനയൊക്കെ ഏറ്റ് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഉള്ളവരെയാണ് യഹൂദൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ 12 ഗോത്രത്തിൽ അബ്രഹാമിൻ്റെ യാക്കോബിൻ്റെ 12 ഗോത്രത്തിൽ പെട്ടവരുമല്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുകൊണ്ട് നമ്മൾ അബ്രഹാമിൻ്റെ മക്കളായി പഴയ നിയമ ഉടമ്പടിയുടെ അനുഗ്രഹവും പുതിയ നിയമ ഉടമ്പടിയായി യേശു ക്രിസ്തുവിൻ്റെ ഉടമ്പടിയിലൂടെയുള്ള നിത്യജീവനും കൂടി പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് ഒരു ദൈവ പൈതൽ അറിയേണ്ട സത്യം. വാസ്തവമായിട്ട് നമ്മൾ സത്യം അറിഞ്ഞാൽ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. അപ്പോൾ ഇവിടെ റോമാലേഖനം 2:6 അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ജന്മം കൊണ്ട് നമുക്കൊരു വിളിയുണ്ടെങ്കിൽ, അതായത് വീണ്ടും ജനനം എന്ന ജന്മമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജന്മം കൊണ്ട് നമ്മൾ ആദാമിൻ്റെ സന്തതികളാണ്, ജാതികളാണ്. എന്നാൽ നമ്മൾ യഹൂദരെ പോലെ വിളിയുള്ളവരല്ല, ജാതികളാണ്. എന്നാൽ ജന്മം കൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ദൈവമക്കളാണ്. അപ്പം നമുക്ക് വീണ്ടും ജനിച്ചവർക്ക് വീണ്ടും ജനിച്ചതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, നന്മ ചെയ്യുക. യേശു ക്രിസ്തുവിലാണ് നാം. യേശുവിൻ്റെ DNA നമ്മിലുള്ളത് കൊണ്ട് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയും. യേശുവിനെ പോലെ നോക്കുവാനും സംസാരിക്കാനും ചിന്തിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയും. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. എങ്ങനെ? അവൻ്റെ വിശ്വാസം പ്രവർത്തിയാൽ കാണിച്ചു കൊടുത്തു എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ വിശ്വാസം പ്രവർത്തി കൊണ്ട് കാണിക്കണം. യേശുവിനെ സ്വീകരിച്ചോ? എങ്കിൽ നിങ്ങൾ സ്നാനപ്പെടും. നിങ്ങൾ ശരിക്ക് മാനസാന്തരപ്പെട്ട വ്യക്തിയെങ്കിൽ സ്നാനപ്പെടും. മാത്രമല്ല, നിങ്ങൾ കൂട്ടായ്മയെ ആചരിക്കും. നിങ്ങൾ ദൈവസഭയുടെ ഒരു ഭാഗമായി കൂട്ടായ്മയെ ആചരിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ തുടർമാന പ്രവർത്തികളാണ്. ഏത് പ്രവൃത്തിയാണ് നമ്മിലുള്ളത്? മാനസാന്തരത്തിൻ്റെ പ്രവൃത്തിയാണോ? അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക
പകരം ചെയ്യും. ഓരോ വ്യക്തികൾക്കും നീതിമാന് നീതിമാന്റെ പ്രവൃത്തിയുണ്ട്, വിശുദ്ധന് വിശുദ്ധന്റെ പ്രവൃത്തിയുണ്ട്, വിശ്വാസിക്ക് വിശ്വാസിയുടെ പ്രവൃത്തിയുണ്ട്, ഒരു നല്ല മനുഷ്യന് നല്ല മനുഷ്യന്റെ പ്രവൃത്തിയുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്, നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുണ്ട്. കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തെ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ സമൂഹത്തിന് കൊടുക്കുന്ന അംഗീകാരങ്ങളെല്ലാം തന്നു എന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയുണ്ടായി. കേരള ഗവൺമെൻറ്, ഇന്നുള്ള ഗവൺമെൻറ് അങ്ങനൊരു മാന്യത പദവി തന്നു. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിങ്ങൾ കാണിച്ച വലിയ പ്രവർത്തികൾക്ക് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ. അതായത് ഇന്നുള്ള കേരള ഗവൺമെൻറ്റും ഇന്നുള്ള എല്ലാ സമൂഹങ്ങളും അറിയണം, ഞങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചവരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്നാൽ കേരളത്തിലെ ക്രിസ്തീയ സമൂഹങ്ങൾ ഞങ്ങളെ ഒരു ക്രിസ്ത്യാനികളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ക്രിസ്തീയ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന കൂട്ടമാണ് ഞങ്ങൾ. ഓരോ നാൾ കഴിയുന്തോറും ഞങ്ങൾ എണ്ണത്തിൽ പെരുകുന്നവരാണ്. കാരണം വിശ്വാസ മാർഗമാണ് ഇത്, വർധനവിൻ്റെ മാർഗമാണ് ഇത്. 5 അപ്പം 2 മീനും വർദ്ധിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കുന്ന ഒരു സമൂഹമാണ്. ദൈവത്തിൻ്റെ പ്ലാനിലുള്ള രക്ഷിക്കപ്പെട്ട ഒരു സമൂഹമാണ്. വീണ്ടും ജനിച്ച ഒരു മാർഗമാണ്. ദൈവത്തിൻ്റേതാണ് ഞങ്ങൾ എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളിലുള്ള വർധനവ്. ഞങ്ങൾ ചെറുതായി ആരംഭിക്കും, ഞങ്ങൾ ഒന്നുമില്ലായ്മയിൽ ആരംഭിക്കും, ഞങ്ങൾ കഷ്ടതയിൽ ആരംഭിക്കും, എന്നാൽ ഞങ്ങളുടെ അന്ത്യം അതിമഹത്താണ്. ഇത് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. അതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രവർത്തികൾ നീതിയുടെ പ്രവൃത്തിയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുമാണ്. പെന്തക്കോസ്ത് സമൂഹത്തെ കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഈ മാർഗം വർദ്ധിച്ചു വരും, ഇത് ദൈവത്തിൻ്റേതായതുകൊണ്ട് ഇത് വർദ്ധിച്ചു വരും. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. യേശു ക്രിസ്തുവിൻ്റെ സഭയെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? വലിയ കെട്ടിടങ്ങളാണോ? അല്ല. വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെയാണ് സാധാരണക്കാർ, മീൻപിടുത്തക്കാർ, പഠിപ്പില്ലാത്തവർ. എന്നാൽ അവരെ കൊണ്ടാണ് കർത്താവ് സഭയെ പണിയിപ്പിച്ചത്. അവർ വർദ്ധിച്ച് വർദ്ധിച്ച് അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് പെന്തക്കോസ്ത് നാളിൽ 3000 പേര്, പിന്നെ നോക്കുമ്പോൾ 5000 പേര്, പിന്നെ എണ്ണാൻ കഴിയാത്ത വലിയ സമൂഹമായി മാറി. ഇതാണ് പുതിയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത. അവൻ ഓരോരുത്തൻ അവനവൻ്റെ പ്രവർത്തിക്ക് പ്രതിഫലം. ഈ സമൂഹം വിതയ്ക്കും, കണ്ണുനീരോടെ വിതയ്ക്കും, ആർപ്പോടെ കൊയ്യും. കാരണം ഇത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിച്ച കൂട്ടമാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു പോകാൻ കഴിയില്ല, ക്ഷീണിച്ചു പോകാൻ കഴിയില്ല, തോറ്റു പോകാൻ കഴിയില്ല. നന്മ ചെയ്യുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും പ്രതിഫലങ്ങളുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ പ്രവർത്തികളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ, ഞങ്ങളുടെ ചുവടുകളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. നന്മകൾ ചെയ്യുവാൻ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, നീതിയുടെ പ്രവൃത്തി ചെയ്യുവാൻ, വിശുദ്ധിയുടെ ചുവടുകൾ വയ്ക്കുവാൻ ഞങ്ങളെ പുതുതായി സൃഷ്ടിച്ചതിനായി സ്തോത്രം. അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ ബലത്തിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഓരോ കുടുംബങ്ങളും, യേശുവിനെ സ്വീകരിച്ച ഓരോ കുടുംബങ്ങളും ഇന്നു മുതൽ അഭിവൃദ്ധിപ്പെടട്ടെ. ആർക്കും തകർക്കാനോ മാറ്റി നിർത്താനോ കഴിയാത്തൊരു സമൂഹമായി ഈ കുടുംബങ്ങൾ വളർന്നു വരട്ടെ.
ഇവരുടെ കുടുംബങ്ങളിൽ, ഇവരുടെ കുഞ്ഞുങ്ങളിൽ എല്ലാം അസാധാരണമായ അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ. ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കം ഈ മക്കൾക്കുണ്ടാകട്ടെ. എല്ലാ കഷ്ടങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു സ്വർഗീയ DNA ഇവർക്കുള്ളതിനായി സ്തോത്രം. വചനത്തിലും ആത്മാവിലും നിറഞ്ഞു വർദ്ധിച്ചു വരുവാൻ അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ റോമാലേഖനത്തിലെ ചില വാക്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ ശക്തിയുള്ള ചിറകുകൾ ഉണ്ടാകാൻ, ആകാശത്തിൽ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുവാൻ, ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളാകാൻ യേശു ക്രിസ്തു നമ്മെ ബലപ്പെടുത്തട്ടെ. നാളെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയിരെ, യഹോവയിരെ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിടരാ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, തൻ വചനത്താലുളവായെല്ലാം. യഹോവ എലിയോൻ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, തൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ എലിയോൻ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം,
യേശു